അയ്യപ്പ ദർശനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അക്ഷയ കാറ്ററിംഗ് തൊടുപുഴ, കോസ്പോൺസേഡ് ബൈ വുഡ്ലാൻഡ് പ്യുവർ വെജിറ്റേറിയൻ ഹോട്ടൽ തൊടുപുഴ. കാൽനൂറ്റാണ്ടിന്റെ വിശ്വസ്ത പാരമ്പര്യവുമായി അക്ഷയ കേറ്ററിംഗ് തൊടുപുഴ. ആഘോഷങ്ങൾ ഏതുമാവട്ടെ, എല്ലാത്തരം വെജ് നോൺ വെജ് വിഭവങ്ങളും പൂർണ്ണ ഉത്തരവാദിത്തത്തോടെ നിങ്ങളുടെ മുന്നിലെത്തിക്കുന്നു. നിങ്ങളുടെ നാവിലെ രസമുകുളങ്ങളെ തൊട്ടുണർത്തുന്ന രുചി വൈവിധ്യങ്ങൾ, സ്വാദിൽ ഒരൽപ്പം പോലും വിട്ടുവീഴ്ചയില്ലാതെ, പാരമ്പര്യ തനിമ നഷ്ടപ്പെടാതെ വിഭവസമൃദ്ധമായി നിങ്ങളുടെ ആഘോഷങ്ങളെ വരവേൽക്കൂ. അക്ഷയ കേറ്ററിംഗ് തൊടുപുഴയ്ക്കൊപ്പം ഫോൺ 9744406785. അക്ഷയ കേറ്ററിംഗ് തൊടുപുഴ. ഹൈറേഞ്ചിന്റെ കവാടമായ തൊടുപുഴയിൽ രുചിവൈവിധ്യങ്ങളുടെ നിറക്കലവറയായി വുഡ്ലാൻഡ്സ് വെജിറ്റേറിയൻ ഹോട്ടൽ. കൈപുണ്യത്തിന്റെ മികവ് തെളിയിച്ചുകൊണ്ട് വിവിധയിനം ദോശകൾ, നോർത്ത് ഇന്ത്യൻ, ചൈനീസ് എന്നിങ്ങനെ കലർപ്പില്ലാത്ത വെജിറ്റേറിയൻ വിഭവങ്ങൾ. ഗ്രഹാതുരത്വം തുളുമ്പുന്ന അന്തരീക്ഷത്തിൽ വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ വുഡ്ലാൻഡ്സ് വെജിറ്റേറിയൻ ഹോട്ടൽ, തൊടുപുഴ മൂവാറ്റുപുഴ റോഡ്, മടക്കത്താനം, കൊച്ചങ്ങാടി. ഇരട്ടി മധുരവുമായി വുഡ്ലാൻഡ് സ്വീറ്റ്സ് എന്ന മധുരക്കലവറയിൽ. ഞങ്ങളുടെ മറ്റൊരു സഹോദര സ്ഥാപനം വിജയ ബ്രിക്സ്, മടക്കത്താനം, കൊച്ചങ്ങാടി. സ്വാമിയേ ശരണമയ്യപ്പ, സ്വാമിയേ ശരണമയ്യപ്പ, സ്വാമിയേ ശരണമയ്യപ്പ. ഹരിഹരസുതനാനന്ദചിത്തനയ്യനയ്യപ്പ, സ്വാമിയേ ശരണമയ്യപ്പ. പൊന്നമ്പല നട തുറന്നിട്ട് ഇന്ന് 39ാമത് ദിവസത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ലക്ഷക്കണക്കിന് സ്വാമി ഭക്തർ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും ഭഗവാൻ അയ്യപ്പസ്വാമിയെ ഒരു നോക്ക് ദർശിക്കുന്നതിനു വേണ്ടി ഞാനാദ്യം എന്ന മത്സരബുദ്ധിയോടുകൂടി ശബരിമലയിലേക്ക് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒഴുകിയെത്തുന്ന ആ ഭക്തസഞ്ചയത്തിന് കഴിഞ്ഞ ഏതാനും വർഷങ്ങളിലെ സ്ഥിതി വെച്ച് നോക്കുമ്പോൾ ഇത്തവണ അവർക്കവിടെ വലിയ പരാതിക്കിടം ഇല്ലാത്ത തരത്തിൽ ദർശന സൗഭാഗ്യം ലഭിക്കുന്നു എന്നുള്ളത് അയ്യപ്പൻ്റെ ഒരു വലിയ അനുഗ്രഹമായി വേണം മനസ്സിലാക്കാൻ. അതിന് നേതൃത്വം കൊടുക്കുന്നതായ ഉന്നത ഉദ്യോഗസ്ഥന്മാർ 2-3 പേർ പ്രത്യേകം അവരെ പ്രത്യേകം അനുമോദിക്കേണ്ടതാണെന്നുകൂടി ഈ അവസരത്തിൽ ഓർമ്മിക്കുകയാണ്. പോലീസിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിൽ ശ്രീജിത്ത്, എക്സിക്യൂട്ടീവിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിൽ ഡോക്ടർ കൂടിയായിട്ടുള്ള IAS ഉദ്യോഗസ്ഥൻ, തീരെ ചെറുപ്പം, വളരെ കൃത്യമായി ഓരോ കാര്യങ്ങളെക്കുറിച്ചും അഭിപ്രായം പറയുന്നു. ജുഡീഷ്യറിയുടെ, ഹൈക്കോടതിയുടെ പ്രതിനിധി എന്ന നിലയിലുള്ള കൃഷ്ണദാസ് ജി, ഇവരെല്ലാവരും അവരേറ്റെടുത്തിരിക്കുന്ന ദൗത്യം, ഉത്തരവാദിത്വം, അതിൻ്റെ മഹത്വപൂർണമായ പ്രവർത്തനത്തെക്കുറിച്ച് ഏറെ ബോധ്യമുള്ളവരാണെന്ന് തെളിയിക്കത്തക്ക നിലയിൽ പെരുമാറുന്നതുകൊണ്ട് വലിയ പരാതിക്കൊന്നും കൊടുക്കാതെ തന്നെ കാര്യങ്ങൾ നീങ്ങുന്നു. അവർക്ക് അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹമുണ്ടാകുവാൻ ഈയുള്ളവൻ പ്രാർത്ഥിക്കുന്നു. നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പുസ്തകം ഏവരും ശ്രവിച്ചിട്ടുള്ള അയ്യപ്പ ഗീത എന്ന പുസ്തകമാണ്. ഗീത എന്ന് പറയുമ്പോൾ ഭഗവത്ഗീതയാണ് നമ്മുടെ ഓർമ്മയിൽ വരുന്നതെങ്കിൽ അതിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനന് നൽകുന്ന ഉപദേശമാണെങ്കിൽ, അയ്യപ്പഗീത എന്ന ഈ പുസ്തകത്തിൽ സ്വാമി അയ്യപ്പൻ തൻ്റെ ഇരിപ്പിടത്തിന് ശബരി എന്ന നാമധേയം ലഭിക്കാൻ അത്രയ്ക്കും വശ്യസുന്ദരമായ ആ ഒരു ഭക്തിയുടെ പ്രതീകമായിട്ടുള്ള ശബരി മാതാവിന് നൽകുന്ന ധാർമ്മിക ഉപദേശങ്ങളുടെ ആകത്തുകയാണ് അയ്യപ്പഗീത. നാം അതിൽ പറഞ്ഞു വന്നുകൊണ്ടിരുന്നത് വ്യത്യസ്തങ്ങളായ വിവിധ രൂപങ്ങളെക്കുറിച്ച് പറഞ്ഞ് ഇന്ന് നമ്മളതിൻ്റെ 7ാമത് അധ്യായത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഏതായാലും നമുക്കിതിന്
ഇന്നലെ പറഞ്ഞ് അവസാനിപ്പിച്ചതിൻ്റെ ബാക്കിയായിട്ട് ആരംഭിക്കുകയാണ്. യാദർച്ഛികമോ അവിചാരിതമായിട്ടെങ്കിലും ഒരു കൃത്യത്തിന് വിലോപമോ ആ കൃത്യത്തിൻ്റെ ആചരണമോ സംഭവിച്ചാൽ തന്നെത്താൻ കഠിനമായി ലജ്ജിക്കണം. മേലിൽ എങ്ങനെ സംഭവിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുകയും വേണം. ഇതാണ് ലജ്ജ എന്ന ലക്ഷണത്തിൻ്റെ സ്വരൂപം. അറിവോടും ഇഷ്ടത്തോടും കൂടി ആ കൃത്യങ്ങളെ ആചരിക്കുന്നു എന്നുള്ളതിൽ പരം നിർലജ്ജത മറ്റൊന്നും സംഭവിക്കാനില്ല. 14 ഘടകങ്ങൾ കൂടിച്ചേർന്ന ജ്ഞാനസ്വരൂപത്തെയാണ് വിദ്യ എന്ന് പറയുന്നത്. ഇത് എത്ര പേർക്കറിയാം? ആ ഘടകങ്ങൾ ഏതെന്ന് നോക്കുമ്പോഴാണ് നമുക്കതിനെക്കുറിച്ചുള്ള ബോധ്യം ഉണ്ടാവേണ്ടുന്നത്. ഇന്ന് സ്വന്തം പേരെഴുതാൻ പോലും 10ാം ക്ലാസ്സുകാരന് സംശയത്തോടുകൂടി നോക്കേണ്ടുന്ന സാഹചര്യത്തിൽ വിദ്യ എന്ന് പറയുന്നത് കച്ചവടച്ചരക്കാക്കി മാറ്റിക്കഴിഞ്ഞപ്പോൾ നമുക്ക് ലഭ്യമാകുന്നത് വിദ്യയാണോ അവിദ്യയാണോ എന്ന് സംശയത്തോടുകൂടി നോക്കിയിരിക്കേണ്ടി വരുമ്പോൾ 14 ഘടകങ്ങൾ കൂടി ചേർന്ന ജ്ഞാനസ്വരൂപമായ വിദ്യ എന്തെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. ആ ഘടകങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം. ഏതൊക്കെയാണ്? ശിക്ഷ, വ്യാകരണം, കൽപ്പം, നിരുക്തം, ഛന്ദസ്, ജ്യോതിഷം. ഈ തരത്തിലുള്ള 6 കൂട്ടങ്ങളാണ്. ഇതിനെ 6 ശാസ്ത്രങ്ങൾ എന്നാണ് പറയുന്നത്. ഇത് വേദാംഗങ്ങൾ എന്നും കൂടി പറയാം. ഈ വേദാംഗങ്ങൾ വേദത്തിൻ്റെ ഭാഗം തന്നെയാണ്. വേദമാകുന്ന സ്വരൂപത്തിൻ്റെ അവയവങ്ങളാണ്. ഇവയിൽ കൂടി മാത്രമേ വേദം പ്രകാശിക്കുകയുള്ളൂ എന്ന അർത്ഥത്തിലാണ് ഇവയ്ക്ക് വേദാംഗങ്ങൾ എന്ന പേരുണ്ടായത്. ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം, ഇങ്ങനെ 4 വേദങ്ങൾ. അതിനോട് ചേർന്ന് 6 ശാസ്ത്രങ്ങളോടൊപ്പം തന്നെ മറ്റ് 4 കൂട്ടം കൂടിയുണ്ട്. മീമാംസ, അതായത് കർമ്മശാസ്ത്രം, എന്ത് പ്രവൃത്തികൾ സംബന്ധമായതാണ് കർമ്മശാസ്ത്രം. ന്യായവിസ്താരം, ന്യായവിസ്താരം എന്നുദ്ദേശിക്കുന്നത് തർക്കശാസ്ത്രമാണ്. അർത്ഥശാസ്ത്രം, അർത്ഥശാസ്ത്രം എന്ന് പറയുന്നത് സാമ്പത്തിക ശാസ്ത്രമാണ്. പിന്നെ കഥകളുടെ പുരാണം. ഇവ 4ഉം ഉപവേദങ്ങൾ കൂടിയാണ് എന്നറിയുക. വേദങ്ങൾ 4, ഉപവേദങ്ങൾ 4, ശാസ്ത്രങ്ങൾ 6, ഇങ്ങനെ ഒട്ടാകെ 14 ഘടകങ്ങൾ കൂടിച്ചേർന്ന ജ്ഞാനസ്വരൂപത്തെയാണ് വിദ്യ എന്ന് പറയുന്നത്. ഇവയെല്ലാം ഓരോന്നോരോന്നായി പഠിച്ചറിഞ്ഞ് ആചരണത്തിൽ കൊണ്ടുവരുന്ന ആളെയാണ് വിദ്വാൻ എന്ന് പറയുന്നത്. നോക്കുക, മലയാളത്തിലുണ്ടായിരുന്ന, അതായത് ഭാഷകൾ വെച്ച് നോക്കുമ്പോൾ മലയാളം, ഹിന്ദി, സംസ്കൃത്, ഈ 3 ഭാഷകളിലും ഒരു പ്രത്യേക കോഴ്സിന് പോയാൽ അവർക്ക് കൊടുത്തിരുന്ന സ്ഥാനം തന്നെ വിദ്വാൻ എന്നാണ്. മലയാളം വിദ്വാൻ പാസ്സായ കുട്ടികൾക്കും ഹിന്ദി വിദ്വാനും സംസ്കൃത വിദ്വാനും പാസ്സായ കുട്ടികൾക്കും പ്രിലിമിനറി സ്കൂളുകളിൽ ഉൾപ്പെടെ ജോലി കിട്ടുമായിരുന്ന ഒരു കാലം നമുക്കുണ്ടായിരുന്നു. ആ വിദ്വാൻ പരീക്ഷ പോലും ഇന്ന് നമുക്ക് അന്യമായി പോയിരിക്കുകയാണ്. ധർമാധർമ്മങ്ങളുടെ തിരിച്ചറിവ് വിദ്യാപ്രകാശം കൊണ്ടേ ഉണ്ടാവൂ. ചെയ്യാവുന്നതെന്ത്, ചെയ്യാൻ പാടില്ലാത്തതെന്ത്, അതാണ് ധർമാധർമ്മങ്ങൾ. അതുകൊണ്ട് വിദ്യയും ധർമ്മത്തിൻ്റെ ലക്ഷണമായി പറയപ്പെട്ടിരിക്കുന്നു. ശ്രോതാവിന് ഉചിതവും ആർക്കും ഉപദ്രവം ഇല്ലാത്തതും യഥാർത്ഥ്യവുമായ വാക്കിനെ പറയുക എന്നതാണ് സത്യമെന്ന ലക്ഷണം. സത്യത്തിന് എന്നുദ്ദേശിക്കുന്നത് ലൗകികമായിട്ടോ ആധ്യാത്മികമായോ ഉള്ള ഏത് വിഷയത്തിലായാലും വേണ്ടില്ല, ഹരിചന്ദ്രൻ എന്ന പോലെ ഈ നില പരിപാലിക്കുക, സത്യത്തിനു വേണ്ടി നിലകൊള്ളുക, അതുതന്നെ സത്യം. ക്രോധം വളരെ ആപൽക്കരമായ ഒരു ശത്രുവാണ്. പല നീചകർമ്മങ്ങളെയും ചെയ്യാത്ത പാപത്തെ വർദ്ധിപ്പിക്കാനും അത് ഹേതുവായി നരകത്തിൽ പതിക്കുവാനുമുള്ള എല്ലാം ഇടയായി തീരുന്നത് ക്രോധം കൊണ്ടാണ്. ക്രോധമെന്ന ഒന്നില്ലെങ്കിൽ
ജീവൻ വളരെ വേഗത്തിൽ സുഹൃതത്തെ വർദ്ധിപ്പിച്ച് ഈശ്വര കാരുണ്യത്തിന് പാത്രമായി തീരും. ഇവിടെ നാം ചിന്തിക്കേണ്ടുന്നത് ക്രോധം എങ്ങനെയാണ് ആരംഭിക്കുന്നത്. ഏറ്റവും എളുപ്പത്തിൽ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുക, തൻ്റേതല്ലാത്ത യാതൊരു വസ്തുവിനോടും തൻ്റെ ഉള്ളിൽ അഭികാമ്യം തോന്നുന്നില്ല എങ്കിൽ ക്രോധം വളരെയേറെ നമുക്ക് നിയന്ത്രിക്കാനായി സാധിക്കും. പക്ഷേ സാധാരണ ജനങ്ങളായ നമുക്ക് ഓരോരുത്തർക്കും ഏതൊരു വസ്തു, മനോഹരമായ ഏതൊരു വസ്തു അത് കണ്ടാൽ അതെനിക്കും കൂടി വേണം, അല്ലെങ്കിൽ അതെനിക്ക് സ്വന്തമാക്കണം എന്ന ആ ഒരു തരത്തിലുള്ള ചിന്ത, അല്ലെങ്കിൽ അന്യവസ്തുക്കളിൽ ആകാംക്ഷ പൂണ്ടിട്ട് ആഗ്രഹം കൊണ്ടിട്ട് കൊണ്ടുവാ എന്ന് വിളിക്കുന്ന മനസ്സ്, അതിനെയാണ് ആദ്യം നിയന്ത്രിക്കേണ്ടത്. അത് നിയന്ത്രിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതെൻ്റേതല്ലാത്ത വസ്തു ആയതുകൊണ്ട് എനിക്കിത് ആവശ്യമില്ല എന്ന് വേണമെങ്കിൽ ചിന്തിക്കാം. അങ്ങനെ ചിന്തിച്ചാൽ ആഗ്രഹത്തെ നമുക്ക് അടക്കാനായിട്ടും സാധിക്കും. അത് സാധാരണക്കാരന് അത്ര എളുപ്പമുള്ള കാര്യമല്ല. പക്ഷേ നമ്മുടേതല്ല, അവരവരുടേതല്ല എന്ന് ഉത്തമ ബോധ്യമുണ്ടായിട്ടും അവനവൻ്റേതല്ലാത്ത വസ്തുവാണെങ്കിലും അത് എനിക്ക് വേണമെന്ന് തോന്നുന്ന ആ ആഗ്രഹത്തിൽ നിന്നാണ് മറ്റൊരു വാക്ക് യഥാർത്ഥത്തിൽ ഉണ്ടാകുന്നത്. ആ വാക്കിൻ്റെ പേര് കാമം എന്നാണ്. കാമത്തിൽ നിന്നാണ് ബാക്കി സകലതും ഉണ്ടാകുന്നത്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? തൻ്റെ മനസ്സിനെ നിയന്ത്രിക്കുക. നമ്മുടേതല്ലാത്ത ഒരു വസ്തുവിനോടും ആഗ്രഹം തോന്നാതിരിപ്പിക്കുക. അങ്ങനെ തോന്നുന്നതാണ് അപകടത്തിൻ്റെ മുഖ്യ കാരണം. ഭഗവത്ഗീതയിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ വളരെ കൃത്യമായി ഇത് അർജുനന് നൽകുന്ന ഒരു ഉപദേശത്തിലൂടെ തെളിയിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് ഏകദേശം ഇങ്ങനെയാണ്: ധ്യായതോ വിഷയാൻ പുംസ സംഘസ്തേഷൂപജായതേ സംഘാൽ സജ്ജായതേ കാമാൽ കാമാൽ ക്രോധോഭിജായതേ ക്രോധാൽ ഭവതി സമ്മോഹാൽ സമ്മോഹാൽ സ്മൃതിവിഭ്രമ സ്മൃതിഭ്രംശാൽ ബുദ്ധിനാശോ ബുദ്ധിനാശാൽ പ്രണശ്യതി. അപ്പോൾ കോപത്തിന് കാരണമായി തീരുന്നത് ഓരോരുത്തരുടെയും മനോനിയന്ത്രണം ഇല്ലായ്മ കൊണ്ടാണെന്ന് വളരെ കൃത്യമായി ചൂണ്ടിക്കാണിക്കുകയും അന്യവസ്തുക്കളിലുള്ള കാംക്ഷയാണ് ഈ അപകടസ്ഥിതിക്ക് കാരണമെന്നും ആരെങ്കിലും അതിനെതിരെ നിന്നാൽ ആ വ്യക്തിയോട് ആഗ്രഹിച്ച മനുഷ്യന് അല്ലെങ്കിൽ ആഗ്രഹിച്ച വ്യക്തിക്ക് തോന്നിയ തടസ്സത്തിന് കാരണക്കാരനോട് തോന്നിയ വികാരമാണ് ക്രോധമെന്നും ആ ക്രോധത്തിൻ്റെ അവസാനം എന്ന് പറയുന്നത് പ്രണശ്യതി എന്നാണ് ഭഗവാൻ ചൂണ്ടിക്കാണിച്ചത്, പ്രാണനാശം എന്നാണെന്നും അറിയുമ്പോൾ തീർച്ചയായിട്ടും യാതൊരു സംശയത്തിനും ഇട കൊടുക്കാതെ നമുക്ക് പറയേണ്ടതായിട്ട് വരും, മറ്റു വസ്തുക്കളോട് തോന്നുന്ന കാംക്ഷ ഇത് നിയന്ത്രിക്കാൻ സാധിച്ചാൽ നമുക്ക് ഈ ക്രോധത്തിൽ നിന്ന് പൂർണ്ണമായും രക്ഷപ്പെടാം. അതിൻ്റെ ആത്യന്തികമായ ഫലം എന്ന് പറയുന്നത് ജീവന് കൃത്യമായിട്ടും സുരക്ഷ ഒരുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഏതൊരവസരത്തിലും ക്രോധമില്ലാതെ ശാന്തനായി, അതിനാൽ ഏതൊരവസരത്തിലും ക്രോധമില്ലാതെ ശാന്തനായി സ്വരൂപസ്ഥിതിക്ക് മാറ്റമില്ലാതിരിക്കുന്നത് തന്നെ അക്രോധം എന്ന ധർമ്മലക്ഷണമായി മാറുന്നത്. അപ്പോൾ കോപത്തിൻ്റെ എതിരുഭാഗമാണ് സന്തോഷം എന്നല്ല അക്രോധം, ക്രോധമില്ലാത്ത അവസ്ഥ അതായി മാറണം. മനസ്താപവും സംസാരബന്ധവും ധർമ്മച്യുതിയും എല്ലാം ക്രോധം കൊണ്ടുണ്ടാവുന്നതും വളരുന്നതും. ചുരുക്കി പറഞ്ഞാൽ ജീവനും ക്രോധത്തോളം ആപൽക്കരമായ ഒരു ശത്രുവില്ല എന്ന് തന്നെ പറയാം. അത്രമാത്രം അപകടം പിടിച്ചതാണ് ക്രോധം. അതിനാൽ എത്ര സാഹസപ്പെട്ടും ക്രോധത്തെ അടക്കുക തന്നെ വേണം, എങ്കിലേ ആർക്കും ക്ഷേമമുണ്ടാകാൻ പോകുന്നുള്ളൂ. ഇപ്പോൾ ധർമ്മത്തിൻ്റെ 10 ലക്ഷണങ്ങളും പറഞ്ഞു കഴിഞ്ഞു. ആ ധർമ്മത്തിൻ്റെ 10 ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് തുടക്കത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ധർമ്മനാശോ യഥാ ദേവി ച ധർമ്മ ഛൈധതേ തഥാ തഥാ ധർമ്മസ്യ ശാസ്താഹം ഭവിഷ്യാമി മനോഹരേ. പറയപ്പെട്ട 10 ലക്ഷങ്ങളോടുകൂടിയ ധർമ്മത്തിന് ഇവിടെ എപ്പോൾ ക്ഷയവും അതിന് വിപരീതമായ അധർമ്മത്തിന് വളർച്ചയും ഉണ്ടാകുന്നുവോ അപ്പോഴവിടെ ധർമ്മത്തിൻ്റെ ശ്വാസിതാവായ ഞാൻ, ധർമ്മച്യുതി എവിടെ സംഭവിച്ചാലും ഏതെങ്കിലും സ്വരൂപത്തിൽ പ്രത്യക്ഷപ്പെടും. അധർമ്മത്തെ
നശിപ്പിച്ച് ധർമ്മത്തെ സ്ഥാപിക്കുകയും ചെയ്യും. ധർമ്മത്തെ എതിർക്കുന്ന അധർമ്മത്തിന് മുൻതൂക്കം വന്നാൽ ആ നിമിഷം വളരെ കൃത്യമായി തന്നെ ഇത് ഭഗവത്ഗീതയിലും ഇതേ അർത്ഥത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യ തഥാത്മാനം സൃജാമ്യഹം. എന്തിനു വേണ്ടിയാണ്? പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. ഭഗവാൻ കൃഷ്ണൻ അർജുനനോട് വളരെ കൃത്യമായി എവിടെ ധർമ്മത്തിന് ച്യുതി സംഭവിക്കുന്നുവോ, അധർമ്മം കൊടികുത്താൻ ശ്രമിക്കുന്നുവോ, അവിടെ യാതൊരു സംശയവും വേണ്ട, സാധുക്കളെ രക്ഷിക്കുക എന്നുള്ള ദൗത്യത്തോടുകൂടി ഞാൻ അവതാരമെടുക്കും എന്ന് പറഞ്ഞത് തന്നെയാണ് ഭഗവാൻ അയ്യപ്പൻ ഇവിടെ നമ്മളോട് പറയുന്നത്. എവിടെ ധർമ്മച്യുതി ഉണ്ടാകുന്നുവോ ആ ധർമ്മച്യുതിയെ നേരിടാനും ധർമ്മത്തെ രക്ഷിക്കുവാനുമായിട്ട് ഞാൻ അപ്പോഴപ്പോൾ അവതാരമെടുക്കും. ഭഗവത്ഗീതയും അയ്യപ്പഗീതയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് തുടക്കത്തിലെ സൂചിപ്പിച്ചതുകൊണ്ട് അത് വ്യക്തമാക്കാൻ വേണ്ടി ഇതുകൂടി സൂചിപ്പിച്ചു എന്ന് മാത്രം. അമ്മയച്ഛന്മാരെയും ഗുരുജനങ്ങളെയും ഗുരുപത്നിമാരെയും അതിഥികളെയും പശുക്കളെയും ഈശ്വര ബുദ്ധിയോടെ സേവിക്കുകയും ശുശ്രൂഷിക്കുകയും വേണം. ഒരിക്കലും അവർക്കെതിരായി വിപരീതമായി പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്യരുത്. അങ്ങനെ ചെയ്യുന്നവർക്ക് ധർമ്മത്തെ ശരിയായി അറിയുവാനോ പാലിക്കാനോ സാധിക്കില്ല. ധർമ്മപരിപാലനമില്ലെങ്കിൽ ജീവിതത്തിൽ സുഖവും സമാധാനവും ഉണ്ടാവില്ല. ഭക്തി ജ്ഞാനധർമാദികളുടെ ബോധം സിദ്ധിച്ച സാധകൻ യാതൊരു ഫലേച്ഛയും കൂടാതെ അനുഷ്ഠിക്കേണ്ടുന്ന വിവിധ കർമ്മങ്ങളെയും കൃത്യമായി പ്രതിപാദിച്ചിരിക്കുന്നതാണ് 11-ാം അധ്യായമായുള്ള കർമ്മയോഗം. ആ കർമ്മയോഗത്തിലാണ് വളരെ കൃത്യമായി കൃഷ്ണ ഭഗവാൻ നമ്മളോട് പറഞ്ഞു, കർമ്മണ്യേ വാധികാരസ്തേ മാ ഫലേഷു കഥാചന. നീ എന്നോട് കർമ്മം ചെയ്യാനാണ് പറഞ്ഞത്, കർമ്മഫലത്തെ ഇച്ഛിക്കാതെ വേണം കർമ്മം ചെയ്യാൻ. അപ്പോൾ അത് തന്നെ വളരെ വ്യക്തമായിട്ട് പറയണു. കർമ്മങ്ങളിലെ ശുഭാശുഭങ്ങളെ പ്രത്യേകം ആഗ്രഹം പ്രകടിപ്പിച്ചതിന് മറുപടിയായി സ്വാമി വിശദീകരണം നൽകാൻ തയ്യാറായി. വൈദിക കർമ്മങ്ങളെ സകാമകർമ്മങ്ങളെന്നും നിഷ്കാമകർമ്മങ്ങളെന്നും രണ്ടായി തിരിക്കാം. അങ്ങനെ വിഭജിക്കുമ്പോൾ സകാമകർമ്മങ്ങളെ അശുഭങ്ങളെന്നും നിഷ്കാമകർമ്മങ്ങളെ ശുഭമെന്നും വേണം പറയാൻ. സകാമകർമ്മങ്ങൾ എന്നാൽ ആഗ്രഹത്തോടുകൂടി ചെയ്യുന്ന പ്രവൃത്തികൾ എന്നർത്ഥം. അപ്പം ഞാൻ ഇന്ന കാര്യം ചെയ്യുന്നു, അതുകൊണ്ട് എനിക്ക് എന്ത് കിട്ടും എന്ന് ചിന്തിക്കാൻ ശ്രമിക്കുമ്പോൾ ആ എന്ത് കിട്ടും എന്ന ആഗ്രഹം ഉണ്ടായത് തന്നെ സകാമകർമ്മം ആയതുകൊണ്ടാണ്. പക്ഷെ ചെയ്യേണ്ടുന്നത് കർമ്മഫലത്തെ ആഗ്രഹിക്കാതെ കർമ്മം ചെയ്യുക എന്നുള്ളതാണ്. കർമ്മഫലം തരേണ്ടുന്നത് ഭഗവാനാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ആഗ്രഹിക്കുന്നതൊക്കെ സംസാരത്തിലുള്ള അനുഭവങ്ങളെയാണ് പലപ്പോഴും. എത്രയോ വലുതെന്ന് തോന്നുന്ന സാമ്രാജ്യ പദവിയോ ദേവത്വമോ ഇന്ദ്രപദവിയോ ഏതായാലും അവയൊക്കെ സംസാരത്തിലുള്ളവയും സംസാരത്തിൻ്റെ ഘടകങ്ങളുമാണ്. കാഴ്ചയിലും കേൾവിയിലും ആകർഷകമായി തോന്നാമെങ്കിലും അവയെല്ലാം ജീവനും ബന്ധത്തിനും സുഖത്തിനും മാത്രമേ കാരണമാകുന്നുള്ളൂ. അത് കാരണത്താൽ അങ്ങനെയുള്ള സകാമങ്ങളായ കർമ്മങ്ങൾ ജീവന് അശുഭമായ സംസാര ഭ്രമത്തിനിടയാക്കി തീർക്കുന്നവയാണെന്ന് അർത്ഥത്തെ സൂചിപ്പിച്ചുകൊണ്ടാണ് അവയെ അശുഭകർമ്മങ്ങൾ എന്ന് പറഞ്ഞു വരുന്നത്. യാതൊരാഗ്രഹവുമില്ലാതെ ധർമ്മത്തിനു വേണ്ടി മാത്രം ആചരിക്കുന്ന നിഷ്കാമകർമ്മങ്ങളാവട്ടെ ജീവന്റെ സംസാരബന്ധത്തെ ചുരുക്കി ജ്ഞാനവൈരാഗ്യങ്ങളെ വളർത്തുന്നവ ആകയാൽ ഹിതകാരികളാണ്. അതുകൊണ്ടാണ് അവയെ ശുഭകർമ്മങ്ങളെന്ന് പറഞ്ഞു വരുന്നത്. മേൽപ്രകാരമുള്ള ഒരു സാധകന്
ഉണ്ടായിരിക്കേണ്ടുന്ന സ്വഭാവ വൈശിഷ്ട്യങ്ങളെ അഥവാ ഗുണങ്ങളെ ഗുണയോഗം എന്ന 12-ാം അധ്യായത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നു. നന്മ അല്ലെങ്കിൽ ധർമ്മമെന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ ഗുണശബ്ദം ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു ഭക്തന് അല്ലെങ്കിൽ കൂടി എനിക്ക് പുറത്തു നിന്നുള്ള കാര്യം നന്മ അല്ലെങ്കിൽ ധർമ്മം എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ ഗുണശബ്ദം ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു ഭക്തന് അല്ലെങ്കിൽ യതിക്ക് എന്തെല്ലാം നന്മകൾ അല്ലെങ്കിൽ ധർമ്മങ്ങൾ ഉണ്ടായിരിക്കണമെന്നുള്ളതാണ് ഈ അധ്യായത്തിലെ നിരൂപണ വിഷയം. മനസാ വാച കർമ്മണ യാതൊരു ജീവിക്കും ഒരു ഉപദ്രവവും വരുത്താൻ പാടില്ല. പുണ്യങ്ങളായ പ്രവൃത്തികളെയും വിചാരങ്ങളെയും കടന്നു വരാൻ അനുവദിക്കണം. സ്ത്രീ സമ്പർക്കം നിശേഷം ഉപേക്ഷിച്ച് നൈഷ്ഠിക ബ്രഹ്മചര്യത്തോടെ എപ്പോഴും ജപ ധ്യാന സ്വാധ്യായപരനായും ജ്ഞാന സമ്പാദനം വരെ ഗുരുകുലത്തിൽ ഗുരുശുശ്രൂഷയും അതുകൊണ്ടും വസിക്കുകയും വേണം. ജ്ഞാനസമ്പാദനം സുഗമമല്ല. ആചാര്യ അനുഗ്രഹം കൊണ്ട് മാത്രമേ ജ്ഞാനം പ്രകാശിക്കൂ. അതിനാൽ മഹാത്മാവായ ആചാര്യൻ്റെ അനുഗ്രഹത്തിനു വേണ്ടി എന്തു ത്യാഗവും ചെയ്യാൻ തയ്യാറാവണം. നിശേഷ വിഷയനിവൃത്തിയോടും സ്വധർമ്മനിഷ്ഠയോടും കൂടിയ ജീവിതമുണ്ടാകണം. എങ്കിലേ കാലക്രമം കൊണ്ടെങ്കിലും ജ്ഞാനസമ്പാദനം സാധ്യമാകൂ. ആചാര്യ അനുഗ്രഹവും ജ്ഞാനസമ്പാദനവും സാധിച്ചു കഴിഞ്ഞാൽ ഗുരുകുലത്തിൽ നിന്നും മടങ്ങി പരിവ്രാജക വൃത്തി കൊണ്ടോ അഥവാ വിജനമായ ഏതെങ്കിലും സ്ഥലത്ത് താമസിച്ചുകൊണ്ടോ ബാക്കിയുള്ള ആയുഷ്കാലത്തെ ഭുജിക്കണം. അപ്പോഴും തപോനിഷ്ഠയ്ക്കോ സംസാര നിവൃത്തിക്കോ കുറവുണ്ടാകരുത്. എപ്പോഴും പ്രാണനെ അടക്കിക്കൊണ്ടിരിക്കണം. പ്രാണൻ അടങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ മനസ്സ് ചലിക്കാനിടവരില്ല. മനസ്സ് ചലിക്കുന്നില്ലെങ്കിൽ വൈരാഗ്യത്തിന് കുറവും വരില്ല. വൈരാഗ്യത്തിന് കുറവ് വരാതെയും സംസാര വ്യവഹാരം ബാധിക്കാതെയും ഇരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. താൻ ഹേതുവായി ലോകത്തിനോ ലോകത്തിൽ നിന്ന് തനിക്കോ യാതൊരുവിധ അനിഷ്ടങ്ങളും ഉണ്ടാവാൻ ഇടവരരുത്. എപ്പോഴും അന്തർഭാഗത്ത് മൗനിയായിട്ടിരിക്കണം. കേവലം ജഡം എന്ന പോലെ മറ്റുള്ളവർക്ക് വേണ്ടി നിസ്സാജ്ഞനായി ലോകകാര്യങ്ങളൊക്കെ ആചരിക്കണം. ആ നിലയിലും ഇന്ദ്രിയങ്ങൾ വിഷയങ്ങളുമായി കൂട്ടിമുട്ടാൻ ഒരു പ്രകാരത്തിലും ഇടവരരുതെന്ന പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണം. ജ്ഞാനസമ്പാദനത്തിന് ശേഷം ഇപ്രകാരമൊരു ജീവിതമാണ് നയിക്കേണ്ടത്. അനേക ജന്മങ്ങളിലെ സുഹൃതവിശേഷം കൊണ്ടാണ് ഒരു ജന്മത്തിൽ നല്ല ജീവിതവും വേദാന്ത വിചാരവും സമാധി പരിശീലനവുമെല്ലാം സാധിക്കുന്നത്. ഇങ്ങനെയൊക്കെ സാധിച്ചിട്ടും അത് നിഷ്ഫലമായി തീരാൻ ഇടവരരുത്. ഗർഭാവാസം, ജനനം, ജര, വ്യാധി, മരണം എന്നീ 5 തരത്തിലുള്ള ക്ലേശങ്ങൾ ജന്മത്തോറും 5 ജീവിതങ്ങളും അനുഭവിക്കുന്നുണ്ട്. കൈവല്യപ്രാപ്തി കൊണ്ട് മാത്രമേ അത് നിവർത്തിക്കൂ. കൈവല്യപ്രാപ്തിയാകട്ടെ എത്രയോ ജന്മങ്ങളിലെ സുഹൃതം കൊണ്ട് മാത്രം കിട്ടേണ്ടിയിരിക്കുന്നതുമാണ്. അതിനാൽ ഒരു ജന്മത്തിൽ അതിനുള്ള അവസരം കിട്ടിയാൽ ഒരിക്കലും നഷ്ടപ്പെടുവാൻ ഇടവരരുതെന്ന് പ്രത്യേകം ഓർമ്മിക്കേണ്ടതാണ്. ഈശ്വരഭക്തന്റെ ഒന്നാമത്തെ ലക്ഷണം തന്നെ മനസാ വാച കർമ്മണ സർവജീവികൾക്കും ഉപകാരമായിട്ടിരിക്കുക, വിനയം കൊണ്ട് എല്ലാവരിലും താഴ്ന്നവനായിട്ടിരിക്കുക എന്നുള്ളതാണ്. ആഗ്രഹമാണ് സർവജീവികളിലും മഹത്തായ ആധിപത്യം ചെലുത്തിക്കൊണ്ടിരിക്കുന്ന മഹാശത്രു. അതിനെ ജയിക്കാതിരിക്കുന്നിടത്തോളം കാലം ആർക്കും ഉത്ഗതിയില്ല. ഭക്തി ഒന്നുകൊണ്ട് മാത്രമേ അതിനെ ജയിക്കാൻ സാധിക്കൂ. അതിനാൽ നിഷ്കളങ്കമായ ഭക്തി വളർത്തി ഒന്നിലും ആഗ്രഹമില്ലാതെ എപ്പോഴും പരമ നിഷ്കാമനായിട്ടിരിക്കണം. ആഗ്രഹമാകുന്ന പ്രബല ശത്രുവിനെ ജയിച്ചാൽ തന്നെ ക്രോധം തുടങ്ങിയ മറ്റു ദുർഗുണ ശത്രുക്കളെയൊക്കെ ജയിച്ചു എന്ന് പറയാം. അങ്ങനെ വികാരങ്ങളാകുന്ന എല്ലാ ശത്രുക്കളുടെയും ബാധ നിശേഷം നീങ്ങിയാൽ ചിത്തശുദ്ധിയും ആത്മശുദ്ധിയും വന്ന് മനസ്സടങ്ങി
ശാന്തനായി ക്രമേണ കാലം കൊണ്ട് യോഗിരാജനായി പരിണമിക്കും. ബ്രഹ്മചര്യവും തപസ്സുമാണ് മൃത്യുവിനെ ജയിക്കാനുള്ള അതിപ്രധാനങ്ങളായ രണ്ടായുധങ്ങൾ. വൈദിക സിദ്ധാന്തത്തിൻ്റെ രത്നച്ചുരുക്കമാണിത്. അന്യോന്യം യഥാശക്തി ഉപകാരം ചെയ്തുകൊണ്ടും അപ്രകാരം ചെയ്യാതെയുള്ള ജീവിതത്തെ തന്നെയാണ് ശുദ്ധ ജീവിതമെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ദേവന്മാരും മനുഷ്യരും ഗാന്ധാരന്മാരും ഒക്കെ എന്നുവേണ്ട എല്ലാവരും ദാനത്തെ പുകഴ്ത്തുന്നത്. എല്ലാവർക്കും ഇഷ്ടമാണ് ദാനം. അഗതികളായിട്ടുള്ളവർക്ക് അന്നവസ്ത്രാദികളെ കൊടുത്ത് സഹായിക്കുന്നു എന്നുള്ളത് എത്രയോ മഹത്തരമായ കാര്യമാണ്. യഥാശക്തി ദാനധർമ്മം ചെയ്ത് ജീവിച്ചാൽ അത് ഇഹത്തിലും പരത്തിലും ഗതി കിട്ടുന്നതിന് കാരണമാകും. പ്രിയപ്പെട്ടവരെ, ശബരിമല തീർത്ഥാടനത്തിൻ്റെ 40ാമത് ദിവസത്തിലേക്ക് നാം എത്തിച്ചേരുകയാണ്. ഒന്ന് രണ്ട് പ്രത്യേക നിർദ്ദേശങ്ങൾ എന്ന് ഞാൻ പറയുന്നില്ല, അപേക്ഷകൾ, പ്രാർത്ഥനകൾ ബഹുമാന്യരായ സ്വാമിമാരുടെ മുമ്പിൽ സമർപ്പിക്കുകയാണ്. ഒന്നാമത്, ഏറ്റവും പവിത്രമായി നമ്മുടെ ഗ്രഹങ്ങളിൽ നിന്ന് നാം കൊണ്ടുപോകുന്ന ഇരുമുടി. ആ ഇരുമുടിയിൽ യാതൊരു കാരണവശാലും 1 ഗ്രാം പ്ലാസ്റ്റിക്കുകളോ അതുപോലെയുള്ള മാലിന്യ വസ്തുക്കളോ ഇല്ല എന്ന് ഉറപ്പുവരുത്തി വേണം ശബരിമല യാത്ര ആരംഭിക്കാൻ. ഏറ്റവും പരിശുദ്ധമായ നെയ്യ് ഭഗവാൻ അഭിഷേകം ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി കൊണ്ടുപോകുന്ന പരമപവിത്രമായ ആ പ്രക്രിയയ്ക്ക് ആവശ്യമുള്ള നെയ്യ് സ്വീകരിക്കുന്നത് ഭക്ഷണയോഗ്യമല്ല, പക്ഷേ കെട്ടുനിറച്ച് കൊണ്ടുപോകുന്നതിന് പറ്റിയ നെയ്യാണെന്ന് പറയുന്ന രീതിയിൽ ഭക്ഷ്യയോഗ്യമല്ലാത്ത ഒരു വസ്തു യാതൊരു കാരണവശാലും ദയവായി ശബരിമലയ്ക്ക് കൊണ്ടുപോകരുത്. അത് ഓരോ സ്വാമിമാരും പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ചൂണ്ടിക്കാണിക്കട്ടെ. രണ്ടാമത്, നമ്മൾ ശബരിമലയ്ക്ക് പോകുമ്പോൾ ഒരു സ്റ്റീൽ പ്ലേറ്റും അതോടൊപ്പം ഒരു സ്റ്റീൽ ഗ്ലാസും കയ്യിൽ കരുതണം. നമ്മുടെ ഉപയോഗത്തിനു വേണ്ടി പമ്പയിലാവട്ടെ സന്നിധാനത്താവട്ടെ യാതൊരു വിധത്തിലും പ്ലാസ്റ്റിക് കോട്ടഡ് ചോറുണ്ണുന്നതിനുള്ള തട്ടമോ അതേപോലെ വെള്ളം കുടിക്കുന്നതിനുള്ള പ്ലാസ്റ്റിക് ഗ്ലാസ്സുകളോ നാം ഉപയോഗിക്കില്ല എന്നുള്ള തീരുമാനം ഓരോ സ്വാമിമാരും എടുക്കുകയും അത് പ്രാബല്യത്തിൽ കൊണ്ടുവരികയും ചെയ്യണം. നാം മുഖാന്തരം ശബരിമലയിലെ മാലിന്യങ്ങളിൽ ഏറ്റവും കുറച്ചു മാത്രമേ നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാവുള്ളൂ എന്ന് ഓരോരുത്തരും വിചാരിച്ചാൽ അടുത്ത 4-5 വർഷത്തിൻ്റെ ഉള്ളിൽ ശബരിമലയിൽ നമുക്ക് മാലിന്യ നിർമ്മാർജ്ജനം ഇല്ലാതെ തന്നെ അവിടെ എത്താതിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമുക്ക് എത്തിക്കാനായി സാധിക്കും. ഇത് ഒരു പ്രധാനപ്പെട്ട കാര്യമായി പരിഗണിക്കുക. തിരക്ക് വർദ്ധിച്ചു വരികയാണ്. പമ്പയിൽ തുണി ഒഴുക്കുന്നത് നമ്മുടെ ആചാരങ്ങൾക്ക് വിരുദ്ധമാണ്. ഒരു കാരണവശാലും പമ്പാ നദി മലിനമാക്കുന്ന ഒരവസ്ഥ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി പ്രിയങ്കരായ സ്വാമിമാരാരും അവരുടെ പഴയ വസ്ത്രങ്ങൾ പമ്പയിൽ ഒഴുക്കുക എന്ന് പറയുന്ന ഒരു നടപടിക്രമം ഉണ്ട് എന്ന് വിചാരിക്കരുത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി ചൂണ്ടിക്കാണിക്കട്ടെ. മാളികപ്പുറത്ത് നാളികേരം ഉരുട്ടുന്നതിനെ കുറിച്ച് പലരും പറയുന്നു. അത് ഒരു കാരണവശാലും അനുവദനീയമല്ല എന്ന് പറയുന്നു. മാളികപ്പുറത്ത് അമ്മയുടെ സവിധത്തിനു ചുറ്റും ശയനപ്രദക്ഷിണം നടത്തുന്നതിന് പകരമായിട്ടാണ് നാളികേരം എന്ന് പറയുന്ന നമ്മുടെ ആത്മാവിന് തുല്യമായ ഒരു വസ്തു പ്രദക്ഷിണമായി ഉരുട്ടിക്കൊണ്ടു പോകുന്നത്. അത് ആചാരവിരുദ്ധമാണ് എന്ന് പറയുന്നത് പൂർണ്ണമായും ശരിയല്ല. അവിടുത്തെ സൗകര്യമനുസരിച്ചിട്ട് ശയനപ്രദക്ഷിണത്തിനുള്ള സൗകര്യമില്ലാത്തതുകൊണ്ട് വളരെ പഴക്കം ചെന്ന ഒരു പ്രവൃത്തിയായിട്ടാണ് അതിനെ കാണാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് അത് വളരെ സൂക്ഷിച്ച് ചെയ്യേ പറ്റുമെങ്കിൽ ഏതെങ്കിലും കാരണവശാൽ ഒരു ഭക്തനായ സ്വാമിക്ക് ശയനപ്രദക്ഷിണത്തിന് സൗകര്യമില്ലാത്തതുകൊണ്ട് ഈ നാളികേരം ഉരുട്ടുക എന്ന് പറയുന്ന ആ പ്രക്രിയ ചെയ്യുക എന്നുള്ളത് മാത്രം ചെയ്യാനായിട്ടും കൂടി പ്രാർത്ഥിക്കുന്നു. എന്തായാലും പ്ലാസ്റ്റിക്കിൻ്റെ കാര്യത്തിലും ഗ്ലാസും പ്ലേറ്റും എടുക്കുന്ന കാര്യത്തിലും എല്ലാ സ്വാമിമാരും ശ്രദ്ധിക്കണമെന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ ഭാഗം നമുക്കിവിടെ പൂർത്തിയാക്കാം. എന്നെ ശ്രവിച്ച ഏവർക്കും
കൃതജ്ഞതയുടെ പൂച്ചെണ്ടുകൾ എൻ്റെ വാക്കുകൾ നറുമലരുകളായി ഭഗവാന്റെ തൃപ്പാദത്തിൽ സമർപ്പിക്കുന്നു. എന്നെ ശ്രവിച്ച ഓരോരുത്തർക്കും നന്ദി, നമസ്കാരം. സ്വാമിയേ ശരണമയ്യപ്പ, സ്വാമിയേ ശരണമയ്യപ്പ, സ്വാമിയേ ശരണമയ്യപ്പ. അയ്യപ്പ ദർശനം നിങ്ങൾക്കായി സമർപ്പിച്ചത് അക്ഷയ കാറ്ററിംഗ് തൊടുപുഴ, കോസ്പോൺസേഡ് ബൈ വുഡ്ലാൻഡ് പ്യൂർ വെജിറ്റേറിയൻ ഹോട്ടൽ തൊടുപുഴ. കാൽ നൂറ്റാണ്ടിന്റെ വിശ്വസ്ത പാരമ്പര്യവുമായി അക്ഷയ കേറ്ററിംഗ് തൊടുപുഴ. ആഘോഷങ്ങൾ ഏതുമാവട്ടെ എല്ലാത്തരം വെജ് നോൺ വെജ് വിഭവങ്ങളും പൂർണ്ണ ഉത്തരവാദിത്തത്തോടെ നിങ്ങളുടെ മുന്നിലെത്തിക്കുന്നു. നിങ്ങളുടെ നാവിലെ രസമുകുളങ്ങളെ തൊട്ടുണർത്തുന്ന രുചി വൈവിധ്യങ്ങൾ, സ്വാദിലൊരൽപ്പം പോലും വിട്ടുവീഴ്ചയില്ലാതെ പാരമ്പര്യ തനിമ നഷ്ടപ്പെടാതെ വിഭവസമൃദ്ധമായി നിങ്ങളുടെ ആഘോഷങ്ങളെ വരവേൽക്കൂ. അക്ഷയ കേറ്ററിംഗ് തൊടുപുഴയ്ക്കൊപ്പം ഫോൺ 9744406785. അക്ഷയ കേറ്ററിംഗ് തൊടുപുഴ. ഹൈറേഞ്ചിന്റെ കവാടമായ തൊടുപുഴയിൽ രുചിവൈവിധ്യങ്ങളുടെ നിറക്കലവറയായി വുഡ്ലാൻഡ്സ് വെജിറ്റേറിയൻ ഹോട്ടൽ. കൈപുണ്യത്തിന്റെ മികവ് തെളിയിച്ചുകൊണ്ട് വിവിധയിനം ദോശകൾ, നോർത്ത് ഇന്ത്യൻ, ചൈനീസ് എന്നിങ്ങനെ കലർപ്പില്ലാത്ത വെജിറ്റേറിയൻ വിഭവങ്ങൾ. ഗ്രഹാതുരത്വം തുളുമ്പുന്ന അന്തരീക്ഷത്തിൽ വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ വുഡ്ലാൻഡ്സ് വെജിറ്റേറിയൻ ഹോട്ടൽ, തൊടുപുഴ മൂവാറ്റുപുഴ റോഡ്, മടക്കത്താനം, കൊച്ചങ്ങാടി. ഇരട്ടി മധുരവുമായി വുഡ്ലാൻഡ് സ്വീറ്റ്സ് എന്ന മധുരക്കലവറയും. ഞങ്ങളുടെ മറ്റൊരു സഹോദര സ്ഥാപനം വിജയ ബ്രിക്സ്, മടക്കത്താനം, കൊച്ചങ്ങാടി.